ഹൈ മക്കളെ, നാളത്തെ നിങ്ങളുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോസിബിലിറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നത്. ലൈറ്റിൻ്റെ റീകോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ചിത്രം എല്ലാവരും നിരീക്ഷിച്ചേ മക്കളെ. 2 പ്രിസമുണ്ട് അല്ലേ. ഒന്നാമത്തെ പ്രിസം നേരെ നിവർത്തി വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പ്രിസം തലകീഴായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് ലൈറ്റ് ആണ് ഈ പ്രിസത്തിലോട്ട് കടത്തിവിടുന്നത്, ധവളപ്രകാശമാണ് കടത്തിവിടുന്നത്. ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫിഗർ, ചിത്രം കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഏത് നിറമാണ് സ്ക്രീനിൽ ലഭിക്കുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ, ഏത് ഫിനോമിനയാണ് ഒന്നാമത്തെ പ്രിസത്തിൽ നടക്കുന്നത്, ഒന്നാമത്തെ പ്രിസത്തിൽ നടക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്താണ് എന്നാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമല്ലടാ. നമുക്കറിയാം ഇത് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ആണ്. ഒരു പ്രിസം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഡിസ്പേർഷൻ സംഭവിച്ച് വ്യത്യസ്തമായ ഘടകവർണ്ണങ്ങളായിട്ട് കോൺസ്റ്റുവൻറ്റ് കളേഴ്സായി സ്പ്ലിറ്റപ്പ് ആവും. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഒരു പ്രിസം കൂടിയുണ്ട്. സോ ഈ സ്പ്ലിറ്റായ കളേഴ്സ് എല്ലാം വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് പുറത്തു വരുന്ന നിറം എന്തായിരിക്കും മക്കളെ? ഒരു സംശയവും വേണ്ട, വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ചിത്രം പൂർത്തീകരിക്കുക. നമുക്ക് സ്ക്രീനിൽ ലഭിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആയിരിക്കും, സംശയം വേണ്ട. ഇനി ഒന്നാമത്തെ പ്രിസത്തിൽ നടക്കുന്ന പ്രതിഭാസം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. നിസ്സാരമല്ലേ, അത് ഡിസ്പേർഷൻ ആണ്, പ്രകാശ പ്രകീർണനമാണ് ഒന്നാമത്തെ പ്രിസത്തിനകത്ത് നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത്. കൃത്യമായി പഠിക്കുക, പരീക്ഷയിൽ ഉറപ്പിച്ച ചോദ്യമാണ്.